നമസ്തേ. ഓം നമ ശിവായ. എല്ലാ ദേവീ ഭക്തന്മാർക്കും ഭക്തകൾക്കും ആത്മ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ സ്തോത്ര പഠനങ്ങളുടെ ഭാഗമായി നമ്മൾ ഈ ക്ലാസ് മുതൽ ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി എന്ന അമ്മ ശ്രീ ലളിതാംബികയുടെ അതിശക്തമായ നാമങ്ങളുടെ മന്ത്രങ്ങളുടെ ഒരു പഠനം ആരംഭിക്കുകയാണ്. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വൈദികവും യൗകികവും താന്ത്രികവുമായ വിവിധ തരത്തിലുള്ള ഉപാസനാക്രമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഭാരതീയമായ ആധ്യാത്മിക ശാസ്ത്ര പാരമ്പര്യത്തിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ദാർശനികമായ ഗ്രന്ഥങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അപരാവിദ്യകളെ കുറിക്കുന്നതാണ് പലതും. പരാവിദ്യയെപ്പറ്റി സൂചനയുള്ളതും അപരാവിദ്യയെ വിശദമായി പറയുന്നതുമായിരിക്കുന്ന അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ജ്ഞാനവിജ്ഞാനങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ. പണ്ടുകാലത്ത് നമ്മളുടെ ഗുരുകുലങ്ങളിൽ ഈ ജ്ഞാനവും വിജ്ഞാനവും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വിജ്ഞാനമാണ്, അതായത് ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് നമ്മൾ പഠിക്കുക. ബയോളജി, കെമിസ്ട്രി, ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ്, ഭാഷാപഠനം ഉൾപ്പെടെ. എന്നാൽ അതിനപ്പുറമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെ, നിർവ്വാണത്തെ, സാൽവേഷനെ, എൻലൈറ്റ്മെൻറ്റിന് അതിന് ഉതകുന്ന വിധത്തിലുള്ള പരാവിദ്യകളുടെ ജ്ഞാനത്തിൻ്റേതായുള്ള പഠനങ്ങൾ ഇന്ന് ആധുനിക കാല വിദ്യാലയങ്ങളിൽ അന്യമാണ്. പണ്ട് ഗുരുകുലങ്ങളിൽ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് നമ്മളുടെ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ചതുരാശ്രമധർമ്മങ്ങളിൽ ആദ്യത്തേത് ബ്രഹ്മചര്യം, പിന്നീട് ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ പഠന കാലയളവ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അന്നത്തെ വിദ്യാർത്ഥിനി ഗുരുകുലങ്ങളിൽ നിന്ന് പരാവിദ്യയും അപരാവിദ്യയും, ജ്ഞാനം നേടുന്നതിനുള്ള ആധ്യാത്മിക താന്ത്രികമായ സാധനങ്ങളും വിജ്ഞാനം നേടുന്നതിനുള്ള ഈ ലോകത്ത് എങ്ങനെ സുഖമായിട്ട് ജീവിക്കണം, ഏത് കർമ്മമേഖലയിലേക്ക് പോകണം, തൊഴിലെന്തായിരിക്കണം, അങ്ങനെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അത് നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ വൈദികവും താന്ത്രികവും യൗകികവും ആയിരിക്കുന്ന പാരമ്പര്യത്തിൽ ഗ്രന്ഥങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അടിസ്ഥാനപരമായി നമ്മുടെ സനാതനധർമ്മത്തിന് ഒരു മതഗ്രന്ഥമില്ല. വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ നമ്മളുടെ മതഗ്രന്ഥവാദത്തിൽ ഉൾപ്പെടുന്നതല്ല, പുസ്തകത്തിലല്ല മസ്തകത്തിലാണെന്ന വാദമാണ് ഭാരതീയ ഋഷി പാരമ്പര്യത്തിൻ്റേത്. ഒറ്റ ഗ്രന്ഥം, ഒറ്റ ദൈവം, ഒരൊറ്റ പ്രവാചകൻ എന്ന സെമിറ്റിക്കായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളും ഭാരതീയമായിട്ടില്ല. നമുക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഒറ്റ പ്രവാചകനല്ല, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യോഗികളും ഋഷികളും ദാർശനികരും താന്ത്രികരും ആചാര്യന്മാരും നമ്മളുടെ പാരമ്പര്യത്തിലുണ്ട്. ഒറ്റ ഈശ്വരനെ പറ്റി മാത്രമല്ല, ഒറ്റ ദൈവത്തെ പറ്റി മാത്രമല്ല, അനേക ദൈവസങ്കല്പങ്ങൾ നമുക്കുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് പരബ്രഹ്മം പരമേശ്വരനാണ് എന്ന് വേദം പറയുന്നു. ദൈവങ്ങൾ അനേകമുണ്ട്. 33 ദേവതകളെ പറ്റി നമ്മളുടെ പാരമ്പര്യത്തിൽ പറയാറുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. നിങ്ങൾ ഏതിനെ ഭക്തിപൂർവ്വം ആരാധിച്ചാലും അത് ഏകനായ അദ്വിതീയനായ ആ പരബ്രഹ്മത്തിലേക്ക്, പരമേശ്വരനിലേക്ക് എത്തും എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ സമ്പ്രദായമാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ആധ്യാത്മിക ശാസ്ത്രത്തിൽ വരുന്ന വേദമന്ത്രങ്ങളുടെ അല്ലെങ്കിൽ സ്തോത്രങ്ങളുടെ, സൂക്തങ്ങളുടെ, മന്ത്രജപങ്ങളുടെ, നാമജപങ്ങളുടെ പഠനം ഏതൊരു സനാതനധർമ്മ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം ഇത്തരത്തിൽ അനേകം ക്ലാസ്സുകൾ, യൗകികവും താന്ത്രികവും വൈദികവുമായിട്ടുള്ള പല വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു, സാമാന്യമായി എങ്ങനെ ചൊല്ലിപ്പഠിക്കാം എന്നതിനെപ്പറ്റി. പിന്നീട് ലളിതാ സഹസ്രനാമത്തിൻ്റെ അഡ്വാൻസ്ഡ് തല, സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശിവജ്ഞാനവേദി എന്ന ഗ്രൂപ്പിലൂടെ പല രാമായണവും
അതുപോലെ തന്നെ ശിവസഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും തിരുക്കുറലും പല വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ശാക്തേയ മഹാതന്ത്രത്തിലെ, അതായത് ശാക്തേയ ആരാധന, ദേവീ ആരാധനയിലെ അതിലെ സ്തോത്രജപങ്ങളുടെ ഭാഗമായിരിക്കുന്ന അഷ്ടോത്തര ശതനാമാവലി എന്ന അതിശക്തമായ ഒരു സ്തോത്രമെന്നോ മന്ത്രമെന്നോ നാമമെന്നോ വിളിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കതിൻ്റെ പദാനുപത അർത്ഥം മുതൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി. ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി. ശ്രീ ലളിതാ സഹസ്രനാമം നമുക്കറിയാം. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അമ്മയുടെ 1000 നാമങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അഷ്ടോത്തരത്തിലോ എന്താണ് ഈ അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ശ്രീ ലളിത എന്ന് പറഞ്ഞാൽ ശ്രീ ഐശ്വര്യം നൽകുന്ന അമ്മ ലളിതാംബിക. നമ്മൾ ഉപാസിക്കുന്ന ആ ദേവതയാണ് ശ്രീ ലളിത. ജീവിതത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി, ആരോഗ്യം, ആനന്ദം, ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന പുരോഗതി, വളർച്ച, ഉയർച്ച, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഒരു മൂർത്തി, ഒരു ദേവതയാണ് ശ്രീ ലളിത. അപ്പോൾ ആ ശ്രീ ലളിതയുടെ അഷ്ടോത്തര ശതനാമാവലിയാണ് നമ്മൾ പഠിക്കുക. അഷ്ടം, അഷ്ടം എന്ന് പറഞ്ഞാൽ 8 എന്നർത്ഥം. ഉത്തര എന്ന് പറഞ്ഞാൽ അധികമായ. ശതം എന്ന് പറഞ്ഞാൽ 100. നാമാവലി, നാമങ്ങളുടെ, പേരുകളുടെ ഒരു പട്ടിക, ഒരു കൂട്ടം എന്ന് പറയാം. അപ്പോൾ അഷ്ടോത്തരം എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥത്തിൽ പറയുക. ശരിക്കും അഷ്ടോത്തരത്തിൽ 108 നാമങ്ങളുണ്ടാകും. ഇപ്പോൾ ശിവ അഷ്ടോത്തരമുണ്ട് അല്ലേ, വിഷ്ണു അഷ്ടോത്തര നാമമുണ്ട്, ലക്ഷ്മിയുടെ അഷ്ടോത്തര നാമമുണ്ട്. 108 മന്ത്രങ്ങളുടെ നാമങ്ങളുടെ വിന്യാസമാണ് അതിൻ്റെ അകത്ത് വരിക. അപ്പോൾ അഷ്ട ഉത്തര ശതം 108 നാമങ്ങളുടേതായിരിക്കുന്ന ഒരു സമാഹാരമാണ് അഷ്ടോത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 108 വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ 108 പേരുകൾ ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ നമ്മൾ ചൊല്ലുമ്പോൾ അതാണ് അഷ്ടോത്തര ശതനാമാവലി എന്നറിയപ്പെടുക. അതിന് വളരെ വലിയ ശക്തി ഉണ്ടാകും എന്നാണ് പറയാം. അതിൻ്റെ ഘടന തന്നെ നമ്മൾ നോക്കിയാൽ ഓംകാരത്തിൽ തുടങ്ങും. നമ അല്ലെങ്കിൽ നമോ നമ എന്നുള്ളതിൽ അവസാനിക്കും. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി ആരംഭിക്കുന്നത് തന്നെ ഓം രജതാജലശൃംഗാഗ്രമധ്യസ്ഥായേ നമോ നമ. ഓം രജതാജലശൃംഗാഗ്രമധ്യസ്ഥായേ നമോ നമ എന്നർത്ഥത്തിലാണ്. ഓം പ്രണവമന്ത്രമാണ്. അതിൻ്റെ 2ാം ഭാഗത്ത് നമ്മൾ ഏത് ദേവതയാണോ കുറിക്കുന്നത് ആ ദേവതയെ കുറിക്കുന്ന നാമങ്ങൾ, മന്ത്രങ്ങൾ, വർണ്ണനകൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അവസാനം നമ അല്ലെങ്കിൽ നമോ നമ, നമിക്കുന്നു എന്നുള്ളതായിരിക്കും കാണുക. അപ്പം നമ്മൾ ഗണപതിയുടെയൊക്കെ ചൊല്ലുമ്പോൾ ഓം ഗജാനനായ നമ എന്ന് ചൊല്ലാറുണ്ട്. നമ്മളുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് 108 എന്നത് വളരെ പവിത്രമായ, യോഗശാസ്ത്രപരമായും തന്ത്രശാസ്ത്രപരമായും മനുഷ്യൻ്റെ ശരീരശാസ്ത്രപരമായും പ്രപഞ്ചശാസ്ത്രപരമായും 108 എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ജപം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജപമാല പലപ്പോഴും 108 മുത്ത് അല്ലെങ്കിൽ +1 109 മുത്തുകളുള്ളതായിരിക്കും. അതായത് നമ്മളുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, ശരിക്കും ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളും, അതായത് ചക്രങ്ങളും, ഇതൊക്കെയായിട്ട് ഈ ഒരു സംഖ്യയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പറയുക. അപ്പോൾ അഷ്ടോത്തരം നമ്മൾ ജപിക്കുക വഴി ഈ 108 എന്ന ആ എനർജി ഫീൽഡുമായിട്ട് സംഖ്യാശാസ്ത്രപരമായി, വേദശാസ്ത്രപരമായി, തന്ത്രശാസ്ത്രപരമായി, പ്രപഞ്ചശാസ്ത്രപരമായി ആ 108 എന്ന ആ ഒരു സംഖ്യയുമായിട്ടായിരിക്കും അത് ബന്ധപ്പെടുക. നമ്മൾ ജ്യോതിശാസ്ത്രം അഥവാ അസ്ട്രോണമി, ഗണിതശാസ്ത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ശരീരശാസ്ത്രം, ഹ്യൂമൻ അനാറ്റമി, ഇതുമൊക്കെയായിട്ട് ഈ 108 ബന്ധമുണ്ട്. നമ്മളതൊന്ന് എന്തിനാണ് ഈ 108 ജപിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഈ 108 പ്രാധാന്യം
എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? എന്താണ് ഈ 108 ജ്യോതിശാസ്ത്രപരമായ അസ്ട്രോണമിയുമായിട്ടുള്ള പ്രത്യേകത എന്താണ്, ബന്ധം എന്താണ്? നമ്മുടെ പൗരാണികമായിരിക്കുന്ന ഭാരതീയ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇത് തമ്മിലുള്ള അകലത്തിന് 108 എന്ന സംഖ്യയുമായിട്ട് ബന്ധമുണ്ട്. അതായത് നമ്മളുടെ വൈദിക താന്ത്രിക ഗ്രന്ഥങ്ങളിൽ, പൗരാണികമായ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം സൂര്യൻ്റെ വ്യാസത്തിൻ്റെ ഡയമീറ്റർ ഏകദേശം 108 മടങ്ങാണെന്നാണ് പറയുന്നത്. ഇനി ചന്ദ്രനും ഭൂമിയും എടുത്താലോ, ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ ഏകദേശം 108 മടങ്ങാണെന്ന് പറയും. ഈ സൂര്യൻ്റെ വലിപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൂര്യൻ്റെ വ്യാസം ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം 108 മടങ്ങാണ്. അപ്പോൾ പ്രപഞ്ചശാസ്ത്ര പ്രകാരം ഈ 108 സൂര്യനും ചന്ദ്രനും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിഷം അനുസരിച്ച്, അസ്ട്രോളജി അനുസരിച്ചിട്ട് പ്രപഞ്ചത്തെ 12 രാശികളായിട്ടും 27 നക്ഷത്രങ്ങളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിനും നമുക്കറിയാം 4 പാദങ്ങൾ വീതമുണ്ട്. അപ്പോൾ ആകെ നക്ഷത്രപാദങ്ങൾ എന്ന് പറയുന്നത് 27 × 4. 27 നക്ഷത്രങ്ങൾക്ക് ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളാകുമ്പോൾ 27 × 4 എത്ര കിട്ടി? 108 കിട്ടി ഇല്ലേ? അപ്പോൾ ജ്യോതിഷപരമായിട്ടും 108-ന്, നക്ഷത്രപരമായിട്ടും നമുക്കെല്ലാവർക്കും ജന്മനക്ഷത്രങ്ങളില്ലേ? അപ്പോൾ ഇതൊക്കെ ആയിട്ട് അതിന് 108-ന് ബന്ധമുണ്ട്. ഇനി നമ്മുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന എല്ലാ ഊർജ പഥങ്ങളെയും ഈ 108 എന്ന എനർജി ഫീൽഡിലൂടെ നമുക്ക് വന്ദിക്കുന്നു എന്നുള്ളതാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യ ശരീരത്തിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ തലങ്ങളുണ്ട്. സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ ഊർജം അല്ലെങ്കിൽ പ്രാണൻ പ്രവഹിക്കുന്ന നാഡികളുണ്ട്. നമ്മൾ മർമ്മശാസ്ത്രത്തിലൊക്കെ അതിന് മർമ്മങ്ങൾ എന്ന് പറയും. ശരീരത്തിൽ പ്രധാനപ്പെട്ട 108 മർമ്മസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചക്ര ഉപചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുക. അതുമാത്രമല്ല, നമ്മളുടെ ഹൃദയചക്രം, അനാഹൃത ചക്ര, ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന 108 നാഡീസുണ്ട്, ഊർജപാതകളുണ്ട്. അത് 108 എണ്ണമാണെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്, മർമ്മശാസ്ത്രം പറയുന്നത്. അതായത് 108 തവണ നമ്മളൊരു മാലയിലോ അല്ലാതെയോ നമ്മൾ ജപിക്കുമ്പോൾ ഈ ഊർജ കേന്ദ്രങ്ങൾ, 108 ഊർജ കേന്ദ്രങ്ങളും സ്പന്ദിക്കപ്പെടും, എനർജൈസ് ചെയ്യപ്പെടും. ഇനി നമ്മൾ ഗണിതശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ 108 എന്നത് ഒരു ഹർഷാദ് സംഖ്യ, ഹർഷാദ് നമ്പറാണെന്ന് പറയും. എന്താണ് ഈ ഹർഷാദ് എന്ന് പറഞ്ഞാൽ? ഈ സംസ്കൃതത്തിൽ ഹർഷ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സംഖ്യയെ അതിൻ്റെ അക്കങ്ങളുടെ തുക കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ഹർഷാദ് സംഖ്യ എന്ന് പറയുക. 1 + 0 + 8 = 9. 108 / 9 12. അതാണ് ഈ 108-ൻ്റെ പ്രത്യേകത. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഞാൻ വേദശാസ്ത്രപരമായും അസ്ട്രോളജിയും അസ്ട്രോണമിയും ഹ്യൂമൻ അനാട്ടമിയും സംഖ്യാശാസ്ത്രപരമായും ഒക്കെ നമ്മളുടെ വേദങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ, ഇതിഹാസങ്ങളിൽ, താന്ത്രിക ഗ്രന്ഥങ്ങളിൽ, പൗരാണിക ഗ്രന്ഥങ്ങളിൽ 108-ൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പറയുക. ഇനി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ ജപിക്കുന്ന ജപമാലയിൽ 108 മുത്തുകൾ കാണും, അല്ലെങ്കിൽ പ്ലസ്, അവയെ മേരുക്കൾ എന്നാണ് പറയുക. ഒരെണ്ണം കൂടി കൂട്ടി 109 മുത്തും കാണും. മേരു, സുമേരു എന്നൊക്കെ പൊതുവെ വിളിക്കും. അപ്പോൾ 108 തവണ ജപിച്ച് നമ്മൾ മേരുവിലെത്തുമ്പോൾ, ക്ലോക്ക് വൈസായി ജപിച്ച് നമ്മൾ മേരുവിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ 108 ഊർജ കേന്ദ്രങ്ങളും മനുഷ്യ ശരീരത്തിലെ ചക്ര ഉപചക്ര മർമ്മസ്ഥാനങ്ങളായിരിക്കുന്ന 108-ഉം എനർജൈസ് ചെയ്യപ്പെടും എന്നാണ് പറയുക. അതായത് പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യ ശരീരത്തിൻ്റെയും താളം ഒന്ന് തന്നെയാണ്, ഒരേ എനർജി ഫീൽഡ് തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഖ്യയാണ് 108 എന്ന് പറയും. ഇപ്പോൾ 108 തവണ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രപഞ്ചശക്തിയുമായി, ഈ പിണ്ടാണ്ടത്തിലുള്ള നമ്മളുടെ ഊർജം ബ്രഹ്മാണ്ടത്തിലെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ തരംഗ ദൈർഘ്യം, ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും എന്നാണ് പറയുക. ഇതാണ് ഈ 108-ൻ്റെ പ്രാധാന്യം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ അഷ്ടോത്തര ശതനാമം 108 നാമങ്ങളാണല്ലോ ജപിക്കുക. അപ്പോൾ എന്താണ് ഈ 108, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ശ്രീ ലളിതാഷ്ടോത്തര ശതനാമാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശ്രീ ലളിതാംബികയുടെ 108 നാമങ്ങൾ ആണ് നമ്മളിവിടെ ജപിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നാമങ്ങളാണ്, മന്ത്രങ്ങളാണ്, അമ്മയുടെ വർണ്ണനകളാണ്, യൗകികവും താന്ത്രികവും ഒക്കെയായിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി, ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെയൊക്കെ തന്നെ ഒരു കാച്ചിക്കുറുക്കിയ 1008 നാമങ്ങൾ, 1000-അധികം നാമങ്ങളുള്ള സഹസ്രനാമത്തിനെ 108 നാമത്തിലേക്ക് ചുരുക്കി ചൊല്ലുന്നതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അത്രയധികം പവർഫുള്ളാണ്. ഒരു കാച്ചിക്കുറുക്കിയ ശ്രീ ലളിതാ പരമേശ്വരിയുടെ വർണ്ണനയാണ്, മന്ത്രങ്ങളാണ് ശ്രീ ലളിത അഷ്ടോത്തര ശതനാമാവലി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്തേ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.